മേഘവിസ്ഫോടനമുണ്ടായ ധരാലിയിലെ രക്ഷാപ്രവർത്തനം 5ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. പ്രളയബാധിത മേഖലയിലേക്കുള്ള റോഡ് ഗതാഗതം ഇതുവരെയും പുനഃസ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. തകർന്ന റോഡും പാലവും പുനർനിർമ്മിക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കും. ദുരന്ത ഭൂമിയായ ധരാലിയിലെ നേർക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കാട്ടുപാതയിലൂടെ അതിസാഹസിക യാത്രയിലാണ് 24 വാർത്താ സംഘം. റിപ്പോർട്ട് കാണാം. ധരാലിയിലെ രക്ഷാദൗത്യം 5ാം ദിവസത്തിലേക്ക് എത്തുമ്പോഴും രക്ഷാപ്രവർത്തകർക്ക് റോഡ് മാർഗം പ്രദേശത്തേക്ക് എത്താൻ കഴിയുന്നില്ല. പ്രധാന തടസ്സം ബെയിലി പാലത്തിന്റെയും റോഡുകളുടെയും നിർമ്മാണം തന്നെയാണ്. അതിനിയും ദിവസങ്ങളെടുക്കും. ദുരിതക്കാഴ്ചകൾ, ആ പ്രളയം തകർത്തെറിഞ്ഞ ഗ്രാമത്തിന്റെ ദൃശ്യങ്ങൾ 24ന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 24 സംഘം ഒരു സാഹസിക യാത്രയ്ക്ക് മുതിരുകയാണ്. ധരാലിയിൽ നിന്നും ജീവൻ മുറുകെ പിടിച്ച് തിരികെ ഓടിയെത്തിയ ജനങ്ങൾ അവർ മടങ്ങിപ്പോയ വഴി, അതുവഴിയാണ് 24 സംഘം യാത്ര ആരംഭിക്കുന്നത്. കുത്തിയൊലിക്കുന്ന നദിക്കു കുറുകെ 3 മരത്തടികൾ അടുക്കി വെച്ച് അതിലൂടെയാണ് ജീവൻ കൂട്ടിപ്പിടിച്ച് അവർ തിരികെ കരകയറിയത്. അതേ പാതയിലൂടെ 24 സംഘവും യാത്ര തുടങ്ങുന്നു. അത്യന്തം സാഹസികമാണ് നമ്മൾ പിന്നിട്ട വഴിയും മുന്നിലുള്ള വഴിയും. ചെങ്കുത്തായ വഴുക്കൽ നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ ഈ മലയിറങ്ങിയാണ് 24 സംഘം ഇവിടെ എത്തിയത്. കുത്തിയൊലിക്കുന്ന നദി ഈ 3 ചെറിയ മരക്കഷ്ണങ്ങളിലൂടെ മുറിച്ചു കടന്ന് ഇനി കയറാനുള്ളത് ഒരു ചെങ്കുത്തായ വഴുക്കൽ നിറഞ്ഞ പാറക്കെട്ടുകൾ നിറഞ്ഞ ഒരു മലയാണ്. അതിനുശേഷം പിന്നീട് കിലോമീറ്ററുകൾ കാൽനടയായി യാത്ര. ഹൃദയം തകർന്ന നിരവധി പേരുടെ രോദനങ്ങൾ ഇനിയും പുറം ലോകത്ത് എത്താനുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് ഇനിയുള്ള യാത്ര. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയായാലും ഒട്ടേറെ വെല്ലുവിളികളാണ് മുന്നിലുള്ളത്. അതിലേറ്റവും പ്രധാനം ഈ ഒരു റോഡ് തകർന്നതാണ്. റോഡിൻ്റെ ഒരാൾക്ക് നടക്കാൻ കഷ്ടി ഒരടി വെച്ച് നടക്കാനുള്ള ഇടം ഒഴികെ ബാക്കി മുഴുവനായും കുത്തിയൊലിക്കുന്ന നദി കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ റോഡ് നിർമ്മിക്കുക എന്നുള്ളത് ഏറെ വെല്ലുവിളി നിറഞ്ഞ ഒരു ദൗത്യമാകും. ഇത് തന്നെയാണ് രക്ഷാപ്രവർത്തനത്തെ വൈകിപ്പിക്കുന്നതും. എന്തായാലും 24 സംഘം ഈ പ്രതിബന്ധവും താണ്ടി മുന്നോട്ട് നീങ്ങുകയാണ്. ധരാലിയിലെ പ്രളയബാധിത പ്രദേശങ്ങളുടെ ദൃശ്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ. ധരാലിയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24.